നമസ്കാരം. ജന്തർ മന്ദറിൽ നടന്ന പാറ്റാ പാർട്ടിയുടെ ആ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ഭാരതത്തിലെ പ്രതിരോധ സേനയ്ക്കുള്ളിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമം നടത്തിയിരുന്നു. കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെയും ചില ശ്രമങ്ങൾ നടന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും എന്നുള്ളത് ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുകയാണ്. ഇന്ന് പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതല്ല. ആർമിക്കുള്ളിൽ, പ്രതിരോധ സേനയ്ക്കുള്ളിൽ ഒരു കലാപശ്രമം ഉണ്ടായോ എന്നുള്ളത് അന്വേഷണം നടക്കട്ടെ. പക്ഷേ പ്രതിരോധ സേനയ്ക്കെതിരെ ജനങ്ങളെ തിരിക്കാനും പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമിക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധവും അതൃപ്തിയും സാധാരണക്കാരി കൊണ്ടുവരാനുമുള്ള ഒരു കൃത്യമായ കലാപരിപാടി കൂടിയായിരുന്നു ജന്തർ മന്ദറിൽ നടന്നതെന്ന് നിരവധി വിഷയങ്ങളിലൂടെ, നിരവധി ഉദാഹരണങ്ങളിലൂടെ നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം മാത്രമാണ് കഴിഞ്ഞ ദിവസം ജെൻസി എന്ന് സ്വയം വിളിക്കുന്ന ഒരു 40 വയസ്സെങ്കിലും പ്രായമുള്ള ദില്ലി നിവാസിയായ ഒരു സ്ത്രീ പട്ടാളത്തിന് നേരെ ആക്രോശിക്കുന്നതും അവരുടെ മുമ്പിൽ തൊഴുകൈയോടെ ഒരു ആർമിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥൻ നിൽക്കുന്നതുമായ ചിത്രങ്ങൾ നിങ്ങൾ കണ്ടത്. അവർ ആക്രോശിക്കുകയാണ് പട്ടാളത്തിനെതിരെ. പട്ടാളം എന്തിനാണ് റോഡ് ബ്ലോക്ക് ചെയ്തത് എന്നൊക്കെ പറഞ്ഞാണ് അവർ ആക്രോശിക്കുന്നത്. അതൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ 2 ദിവസത്തിന് ശേഷം അവരുടെ മാപ്പപേക്ഷ വന്നു. മാപ്പപേക്ഷയോടെ മിക്കവാറും എല്ലാവരും ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. കാരണം വലിയ ഹൃദയവിശാലതയുള്ളവരായിട്ട് മാറിയിട്ടുണ്ട് നമ്മളുടെ ഭരണാധികാരികൾ. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു മാപ്പപേക്ഷയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് ഈ പ്രശ്നം അങ്ങ് അവസാനിപ്പിക്കുന്ന സഹൃദയരായ അണികളുമാണ് ഉള്ളത്. അതുകൊണ്ട് മിക്കവാറും ആ മധ്യവയസ്കയായ സ്വയം ജെൻസി എന്ന് വിളിച്ച ആ സ്ത്രീ ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അവർക്കെതിരെ തീർച്ചയായിട്ടും കേസ് എടുക്കണം എന്ന് തന്നെയാണ്. അവരിങ്ങനെ ആക്രോശിച്ചതിന് മാത്രമല്ല, അല്ലെങ്കിൽ അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കിയതിന് മാത്രമല്ല, അവരെന്താണ് പറഞ്ഞതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഞാനിത് വെറുതെ പറയുന്നതല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ CJPയുടെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ പ്രക്ഷോഭത്തിനിടയിൽ തന്നെ കൃത്യമായി യൂണിഫോംഡ് ഫോഴ്സസിനെതിരായിട്ട്, അതായത് യൂണിഫോം ഇട്ട സേനകൾക്കെതിരായിട്ട് ശക്തമായ ജനവികാരം കൊണ്ടുവരാൻ ഇതിൻ്റെ സംഘാടകർ ശ്രമിച്ചിരുന്നു. അത് യാദൃച്ഛികമല്ല, അതൊരു കൃത്യമായ ഡിസൈനിൻ്റെ ഭാഗമാണ് എന്ന് അന്ന് തന്നെ ഇതേ പരിപാടിയിൽ ഞാൻ പറയുകയും ചെയ്തിരുന്നു. കാരണം ഷേർ സിംഗ് എന്ന് പറയുന്ന ജലന്ധറിൽ നിന്ന് പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇതാ പോലീസുകാരൻ, യൂണിഫോമിലാണ് അയാൾ നിൽക്കുന്നത്, ഇതാ പോലീസുകാരൻ വന്നിരിക്കുന്നു, പോലീസുകാരൻ ഈ യുവജനങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനായി സർവീസ് വിട്ട് ഇതാ ഇയാൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇയാളെ സ്റ്റേജിൽ അവതരിപ്പിച്ചു. ഒരു കാരണവശാലും സമ്മതിക്കാൻ പാടുള്ള ഒരു കാര്യമായിരുന്നില്ല അത് യഥാർത്ഥത്തിൽ തിരി കൊളുത്തിയിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ പോലീസ് സേനയ്ക്കുള്ളിൽ ഇതൊരു വലിയ റിഫ്റ്റ് ഉണ്ടാക്കാൻ, ഒരു കലാപശ്രമം ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. പണ്ട് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നപ്പോൾ ഇതുപോലെ ഒരു വലിയ ശ്രമം നടന്നതാണ്. ഇന്ത്യൻ ആർമിക്കും പോലീസിനും വലിയ തോതിൽ കഷ്ടപ്പെടേണ്ടി വന്നു അത്തരം ഒരു ചില ശ്രമങ്ങൾ, അട്ടിമറി ശ്രമങ്ങൾ അടിച്ചമർത്താൻ. അത് ചരിത്രമാണെങ്കിൽ അത് ആവർത്തിക്കാൻ, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭരണകൂടത്തിനെതിരെ ഇതാ യൂണിഫോം ഇട്ട പോലീസുകാരൻ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന രീതിയിലാണ് ഇയാളെ അവിടെ അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഷേർ സിംഗ് പഞ്ചാബിൽ തന്നെ നടന്ന ഒരു ക്രിമിനൽ കേസിൽ പെടുകയും ഇയാൾ സസ്പെൻഷനിലാകുകയും ജൂൺ 8 മുതൽ ഇയാൾ അബ്സ്കോണ്ടിങ് ആയിരുന്നു. ഇയാളെ കാണാനില്ലായിരുന്നു. ഇയാളെ പൂർണ്ണമായിട്ട് ഇയാൾ ഒളിവിൽ പോയി. അതിനുശേഷം ഇയാളെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തു. അതിന് CJP പ്രൊട്ടസ്റ്റുമായിട്ടോ വിദ്യാർത്ഥികളുടെ ആവശ്യവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇയാളൊരു ക്രിമിനലാണ്. ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പോലീസുകാരൻ പങ്കെടുത്തുകൊണ്ടുണ്ടായ സ്വാഭാവികമായ നടപടികളാണ് ഷേർ സിംഗിനെതിരെ ഉണ്ടായത്. അങ്ങനെ ഒരു ക്രിമിനലിനെയാണ് യൂണിഫോം ഇട്ട് ഈ പറയുന്ന സ്റ്റേജിൽ പാറ്റാ പാർട്ടിക്കാർ അവതരിപ്പിച്ചത്. ഇതാരും എന്തുകൊണ്ട് ഇതുവരെ ചൂണ്ടിക്കാണിച്ചില്ല എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമാണ്. കാരണം ഇത് ഒരു കൃത്യമായ സന്ദേശം, അല്ലെങ്കിൽ ഒരു കൃത്യമായ ട്രിഗറിന് വേണ്ടി തന്നെ ചെയ്ത കാര്യമാണ്. അല്ലെങ്കിൽ ഒരു പോലീസുകാരൻ ഏതെങ്കിലും കേസിൽ ഡിസ്മിസ് ആയവനെ ഇത്രയും വലിയ ഒരു പ്രക്ഷോഭം, രാജ്യം മുഴുവൻ ശ്രദ്ധിക്കുന്ന, ലോകം ശ്രദ്ധിക്കുന്ന ഒരു പ്രക്ഷോഭത്തിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് ഇയാളെ സ്റ്റേജിൽ വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇയാളിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ വിഷയത്തിൽ അതൃപ്തി പടർത്തുകയും
പഞ്ചാബ് പോലീസിലോ അല്ലെങ്കിൽ ദില്ലി പോലീസിലോ ഒക്കെ ഇതിൻ്റെ വലിയൊരു തോതിൽ അതൃപ്തി ഉണ്ടാക്കി ഒരു പക്ഷേ ചിലരെങ്കിലും ഈ പ്രൊട്ടസ്റ്റിന് അനുകൂലമായിട്ട് രംഗത്തിറങ്ങും എന്നുള്ള പ്രതീക്ഷയായിരുന്നു പാറ്റ പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ അവരെ സ്പോൺസർ ചെയ്ത് ഈ ടൂൾ കിറ്റ് ശരിയാക്കിയവർക്ക്, ഈ ടൂൾ കിറ്റ് തയ്യാറാക്കിയവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നവരാണ്, നമ്മൾ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും തന്നെ, മിക്കവാറും ഇത് കേൾക്കുന്ന എല്ലാവരും തന്നെ പോലീസിനെതിരെ മുദ്രാവാക്യവും വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിനെതിരെയല്ല, മറിച്ച് ഭരണകൂടത്തിനെതിരെ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ഭരണത്തിനെതിരെയുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലയിൽ അവർക്ക് വേണ്ടി വന്ന് നിൽക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ ആ വിഭാഗത്തിനെതിരെയാണ്. അല്ലാതെ പോലീസ് സംവിധാനത്തോടെ അല്ലെങ്കിൽ പട്ടാളത്തോടെ അർബൻ നക്സലൈറ്റുകൾക്ക്, ഇപ്പോൾ പറയുന്ന ദിമാഗി നക്സലൈറ്റുകൾക്കുള്ള മനോഭാവത്തോടല്ല ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളൊന്നും തന്നെ പോലീസിനെതിരെ സമരം ചെയ്തിട്ടുള്ളത്. പക്ഷേ ദില്ലിയിൽ നിങ്ങൾ നോക്കുക, ദില്ലിയിൽ പൂർണ്ണമായിട്ട് പോലീസിനെ ആവശ്യമില്ല എന്നും പോലീസ് ശത്രുക്കളാണ് എന്നുള്ള നിലയിൽ പോലീസുകാരെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയായിരുന്നു പാറ്റ പാർട്ടിക്കാരും അവരോടൊപ്പം ചേർന്ന ക്രിമിനലുകളും പിന്തുടർന്നത്. അത് നിങ്ങൾക്ക് ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കും. ഇത് പോലീസിൻ്റെ കാര്യമാണ്. ഇനി പട്ടാളത്തെക്കുറിച്ച് നിങ്ങൾ നോക്കുക, ഇത് വെറുതെ ഉണ്ടായ ഒരു കാര്യമല്ല. ഇന്ത്യൻ ആർമിയെക്കുറിച്ച് മതിപ്പില്ലാതാക്കുക എന്നുള്ളതും ഈ സമരത്തിൻ്റെ ഒരു അജണ്ടയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ ഒരു അതിശയോക്തിയുമില്ല. ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഈ CJP പ്രൊട്ടസ്റ്റിൽ നമ്മൾ ദേശീയ മാധ്യമങ്ങളിൽ ലൈവായിട്ട് കണ്ടതാണ് ഇന്ത്യൻ ആർമിയെ അബ്യൂസ് ചെയ്യുന്നത്. വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ഭാരതത്തിൻ്റെ പ്രതിരോധ സേനയും ഭാരതത്തിൻ്റെ പട്ടാളത്തെയും പട്ടാളക്കാരെയും ചീത്ത വിളിക്കുന്നത് നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരിൽ നിന്ന് നമ്മൾ കേട്ടു. എന്ന് മാത്രമല്ല, വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ ഇതിൽ പലരും മാപ്പ് അപേക്ഷിച്ച് തടിയൂരുകയും ചെയ്തു. मेरा पूरा मुंह जल रहा है, इधर इधर ये सारी चीजें जल रही है यार. पुलिस फक बीजेपी इंडियन आर्मी. ഇന്ത്യൻ പട്ടാളവും വിദ്യാർത്ഥി സമരവും തമ്മിൽ എന്താണ് ബന്ധം? ഇന്ത്യൻ പട്ടാളം അവിടെ ഉണ്ടായിരുന്നു. ഈ പ്രതിഷേധത്തെ നേരിടാൻ സർക്കാർ, കേന്ദ്ര സർക്കാർ പട്ടാളത്തെ നിയോഗിച്ചിരുന്നു? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതിൻ്റെ 7 അയൽവക്കത്ത് ഇന്ത്യൻ പട്ടാളം പോയിരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളത്തിനെതിരെ ആ സമരത്തിൽ പ്രതിഷേധമുണ്ടായത്, മുദ്രാവാക്യങ്ങളുണ്ടായത്, അസഭ്യവർഷം ഉണ്ടായത്? ഇത് കൃത്യമായ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. ഇതൊരു ടൂൾ കിറ്റാണ്. ആ ടൂൾ കിറ്റ് വഴി ഈ CJP സമരത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ വിതയ്ക്കപ്പെട്ട വിഷവിത്തുകൾ ഇപ്പോൾ പൊങ്ങി വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ പിന്നീട് ഉണ്ടാകുന്നത്. രാജ്യത്തിൻ്റെ പട്ടാളത്തെ തെറി പറയാം എന്നുള്ള അതൊരു സാധാരണ കാര്യമായി, അതായത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ തെറി പറയുന്നത് പോലെ, ഇവിടുത്തെ പ്രധാനമന്ത്രിയെയും പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ അസഭ്യം പറയുന്നത് പോലെ, പോലീസുകാർക്കെതിരെ മേക്കിട്ട് കയറുന്നത് പോലെ പട്ടാളത്തെയും ഈ പറയുന്ന ടാർഗറ്റിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി കൃത്യമായ ഒരു ശ്രമം ഇതിലുണ്ടായിരുന്നു. അതിനപ്പുറം പട്ടാളത്തിനുള്ളിലും ഇതുപോലെ അതൃപ്തി ഉണ്ടാക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ തുടക്കത്തിൽ പറയുകയും ചെയ്തു. അപ്പോൾ ഇതൊന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഇനി ഈ മധ്യവയസ്കയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം കൂടി പറയാം. അവർ പറയുന്നത് അവരുടെ മാപ്പപേക്ഷ വന്നു കഴിഞ്ഞു. ആ മാപ്പപേക്ഷയാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുകയും പോട്ടെ എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ മാപ്പപേക്ഷയിൽ അവർ പറയുന്ന കാരണം 6-7 മണിക്കൂർ ഞങ്ങളെ ടൂറിസ്റ്റുകളെ വഴിയിൽ തടഞ്ഞു നിർത്തി, ഞങ്ങൾക്ക് ബാത്റൂമിൽ പോകാൻ പോലും സാധിച്ചില്ല, അതിൻ്റെ ഫ്രസ്ട്രേഷനിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, നിങ്ങൾ മാപ്പാക്കണമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ അതാണോ യഥാർത്ഥത്തിൽ ശരി? അതേ അല്ല ശരി. പക്ഷേ അവർ ആ ആക്രോശത്തിനിടയിൽ, ആ ബഹളങ്ങൾക്കിടയിൽ അവർ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, അവർ പറഞ്ഞത്
നിങ്ങളുടെ പട്ടാളം, ഈ പട്ടാളം കാശ്മീരിനോട് ചെയ്തത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങളോടെ ഇപ്പോൾ ചെയ്യുകയാണ് എന്നാണ് അവർ ഒന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പോയിൻ്റ്, നിങ്ങൾക്ക് ടാക്സ് തരുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ കാര്യമാണ് നോക്കേണ്ടത് എന്നും പട്ടാളത്തോടെ പറയുന്നത് കേട്ടു. ഇതെല്ലാം കേട്ടിട്ടാണ് ഓഫീസേഴ്സ് മിണ്ടാതെന്ന് അവിടെ നിന്നതെന്ന് ഓർക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസുകാർ പോലും അങ്ങനെ മിണ്ടാതെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മുടെ പട്ടാളത്തിൻ്റെ ജനാധിപത്യ ബോധം കൊണ്ടായിരിക്കും. പക്ഷേ ഈ പറഞ്ഞതിൽ എന്താണ് പ്രത്യേകതയുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന്, കശ്മീരിൽ നിങ്ങൾ ചെയ്തത് നിങ്ങളിപ്പോൾ ഞങ്ങളോട് ചെയ്യുകയാണ് എന്ന് ആ സ്ത്രീ പറഞ്ഞു. കശ്മീരിൽ പട്ടാളം എന്താണ് ചെയ്തത്? യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കൊന്ന് എത്തി നോക്കാൻ പോലും പറ്റാത്ത സംസ്ഥാനമായിരുന്നു ജമ്മു കാശ്മീർ. ഒരു വ്യവസായവും വളരാത്ത, ഒരു കൃഷിയോ, ജനങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് ജീവിക്കാനുള്ള വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞുപോയ ഭീകരവാദത്തിൻ്റെ ദശാബ്ദങ്ങളായിരുന്നു ഈ പറയുന്ന ജമ്മു കാശ്മീരിൽ. ഭീകരവാദത്തിൻ്റെ, പാകിസ്ഥാൻ സ്പോൺസേഡായിട്ടുള്ള ഭീകരവാദത്തിൻ്റെ കൈപ്പിടിയിലായിരുന്നു ആ സംസ്ഥാനം. ആ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് പോലും വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആ സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. നൂറുകണക്കിന് ന്യൂനപക്ഷക്കാരായ കശ്മീരി പണ്ഡിറ്റുകളെ അവിടെ വെട്ടിക്കൊല്ലുകയും വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ സമാധാനം വന്നിട്ടുണ്ടെങ്കിൽ, അത് പുരോഗതിയുടെ പാതയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ, അവിടെ ടൂറിസ്റ്റുകൾ, ഈ പറയുന്ന ജൻസി എന്ന് സ്വയം വിളിക്കുന്ന ഈ സ്ത്രീ ഉൾപ്പെടെയുള്ളവർക്ക് അവിടെ ടൂറിസ്റ്റുകളായി അവിടെ എത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ജമ്മു കാശ്മീരിൻ്റെ മുഖം മാറിയതും അന്തരീക്ഷം മാറിയതും വെറും പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിലൂടെയും സമാധാനത്തിലൂടെയും മാത്രമല്ല, മറിച്ച് ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും ഇന്ത്യൻ പ്രതിരോധ സേനയെയും അവിടുത്തെ സാന്നിധ്യം ഒരർത്ഥത്തിൽ ഈ പറയുന്ന ഒരു മടങ്ങിവരവിലേക്ക്, സാധാരണ നിലയിലേക്കുള്ള മടങ്ങിവരവിലേക്ക് അതിന് വലിയ തോതിൽ ഒരു വഴി തെളിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പട്ടാളത്തോടാണ് ഇവർ ചോദിക്കുന്നത്, നിങ്ങൾ കശ്മീരിൽ ചെയ്തത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഞങ്ങളോടും അതുതന്നെയാണ് ചെയ്യുന്നതെന്ന്. രണ്ടാമത്തെ കാര്യം ടാക്സിൻ്റെ കാര്യമാണ്. ശുദ്ധ വിഡ്ഢിത്തമാണ് ആ സ്ത്രീ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പട്ടാളം ഏതെങ്കിലും ഒരു പൗരൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ ടാക്സ് മേടിച്ച് നമുക്കിങ്ങോട്ട് സേവനം തരുന്ന ഒരു പ്രസ്ഥാനമല്ല. നമ്മളിവിടെ റോഡിനും ഇലക്ട്രിസിറ്റിക്കും വെള്ളത്തിനുമൊക്കെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നു. ആ ടാക്സിൽ നിന്ന് ആ ഉദ്യോഗസ്ഥന്മാർ ആ സേവനങ്ങൾ നമുക്ക് തരുന്നു. അങ്ങനെയല്ലല്ലോ പട്ടാളവും അല്ലെങ്കിൽ പ്രതിരോധ സേനയും. ഒരു പരമാധികാര രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി രൂപം കൊണ്ടിട്ടുള്ള ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ പ്രതിരോധ സേന. അതിൽ എയർഫോഴ്സും നേവിയും ആർമിയും മറ്റ് പാരാമിലിറ്ററി ഫോഴ്സസും എല്ലാമുണ്ട്. ഇവർക്കാർക്കും ഒരു പൗരൻ ഡയറക്റ്റ് കൊടുക്കുന്ന ടാക്സിൽ നിന്നല്ല ശമ്പളം പോകുന്നത്. അത് പരമാധികാര രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അവിടെയാണ് ഇതിനെ വളരെ ലാഘവ ബുദ്ധിയോടുകൂടി മറ്റുള്ളവരെ തെറി പറയുന്നത് പോലെ ഇന്ത്യൻ പട്ടാളത്തെ തെറി പറയുന്നത്. പക്ഷേ ഇതൊരു സ്വഭാവമാക്കി അല്ലെങ്കിൽ മാറ്റാനുള്ള ശ്രമമാണ് CJP പ്രൊട്ടസ്റ്റിലൂടെ ഇവർ നടത്തിയെടുത്തത്. അതിൻ്റെ ഫലമാണ് ഇത് കാണുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഇതിവിടം കൊണ്ട് അവസാനിക്കുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഇപ്പോൾ കാണുന്നത് ഒരു ചെറിയ ഇടവേള മാത്രമാണ്. ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയ രസകരമായ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഈ സ്ത്രീ ഈ കശ്മീരിൽ പോയതും ഇന്ത്യൻ പട്ടാളത്തെ ചീത്ത വിളിച്ചതും ഒക്കെ ഒരു മാസം മുമ്പുള്ള കാര്യമാണ്. ഒരുപക്ഷെ അപ്പോഴത്തെ ദേഷ്യം കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ തോന്നിക്കാണും ഞാനിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്ന്. അതുകൊണ്ട് അവരുടെ സ്വന്തം വീഡിയോ അപ്ലോഡ് ചെയ്തില്ല. പക്ഷേ ഏതോ ഒരു അജ്ഞാതൻ ഈ വീഡിയോ പല ആംഗിളിൽ നിന്ന് എടുക്കുകയും വളരെ കൃത്യമായി സംഭാഷണം സഹിതം എടുക്കുകയും കൃത്യസമയത്ത് ഇത് പുറത്തു വിടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും രസകരമായ കാര്യം. ആരാണ് അത് എടുത്തതെന്ന് എനിക്കറിയില്ല, ആരാണ് ഇത് അപ്ലോഡ് ചെയ്തതെന്നും എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ടൈമിങ് വളരെ കൃത്യമായിരുന്നു. ഈ CJPയുടെ പ്രൊട്ടസ്റ്റിൻ്റെ പിന്നിൽ നടക്കുന്ന ഈ പറയുന്ന ടൂൾ കിറ്റ് രാഷ്ട്രീയം ഇന്ന് ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമാകുന്നുണ്ട്. ആ ബോധ്യത്തിന് ഒന്നുകൂടി ഉറപ്പ് വരുത്താൻ ഈ ഒരു വീഡിയോ നന്നായിട്ട് സഹായിച്ചിട്ടുമുണ്ട്. നമസ്കാരം.